നമസ്കാരം. പവർ പഞ്ചായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കർട്ടൻ റേസറായി കണക്കാക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മൂന്ന് മുന്നണികൾക്കും അതിനിർണായകമാണ്. മുൻ തെരഞ്ഞെടുപ്പുകളേക്കാൾ 1600 വാർഡുകൾ ഇത്തവണ അധികമാണ്. കഴിഞ്ഞ 5 കൊല്ലത്തെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കാനും വിമർശനങ്ങൾക്ക് മറുപടി നൽകാനും പവർ പഞ്ചായത്തിൽ മേയർമാർ അതിഥിയായി എത്തും. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് തൃശൂർ കോർപ്പറേഷനാണ്. മേയർ എം കെ വർഗീസ് നമുക്കൊപ്പം ചേരും. ഇന്നത്തെ പവർ പഞ്ചായത്തിൽ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലന്റെ ചോദ്യങ്ങൾക്ക് മേയർ മറുപടി പറയുകയും ചെയ്യും. അതിഥികളിലേക്ക് കടക്കും മുമ്പ് കോർപ്പറേഷന്റെ ചരിത്രം നമുക്ക് പരിശോധിക്കാം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശൂർ. കേരളത്തിന്റെ കലാ സാംസ്കാരിക കേന്ദ്രങ്ങളായ കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, കേരള ലളിതകലാ അക്കാദമി എന്നിവയുടെ ആസ്ഥാനങ്ങൾ നിലകൊള്ളുന്ന നഗരം. കൊച്ചി രാജാവായിരുന്ന രാമവർമ്മ ശക്തൻ തമ്പുരാനാണ് തൃശൂർ നഗരത്തിന്റെ ശില്പി. പഴയ കാലത്ത് കൊച്ചി രാജവംശത്തിന്റെ ആസ്ഥാനം തൃശൂർ നഗരമായിരുന്നു. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് സമീപം ഇപ്പോഴും കൊച്ചി മഹാരാജാവിന്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നുണ്ട്. തൃശൂർ, ഒല്ലൂർ നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങുന്നതാണ് നിലവിലെ തൃശൂർ കോർപ്പറേഷൻ. 55 വാർഡുകളാണ് കോർപ്പറേഷനിൽ ഉള്ളത്. ഇത്തവണത്തെ തദ്ദേശ പുനർവിഭജനത്തിൽ ഒരു വാർഡ് കൂടി ചേർക്കപ്പെട്ടു. ഇതോടെ വാർഡുകളുടെ എണ്ണം 56ആയി. 2000 ഒക്ടോബർ 1 കോർപ്പറേഷൻ രൂപം കൊണ്ടത്. പഴയ തൃശൂർ മുനിസിപ്പാലിറ്റിയാണ് കോർപ്പറേഷനായി രൂപാന്തരപ്പെട്ടത്. കോൺഗ്രസിന്റെ ജോസ് കാട്ടൂക്കാരൻ കോർപ്പറേഷന്റെ ആദ്യ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇനി കോർപ്പറേഷനിലെ നിലവിലെ കക്ഷിനില നമുക്ക് നോക്കാം. ആകെ സീറ്റുകൾ 55ആണ്. LDF 24, UDF 24, BJP 6, മറ്റുള്ളവർ സ്വതന്ത്രർ 6. ഇങ്ങനെയാണ് സ്ഥിതി. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് 2020 തൃശൂരിൽ നടന്നത് എന്ന കാര്യത്തിൽ ഈ കക്ഷിനില നോക്കുമ്പോൾ പ്രേക്ഷകർക്ക് കാര്യം പിടികിട്ടും. അത്രയ്ക്കും നെക്ക് ടു നെക്ക് ഫൈറ്റ്. LDF UDF 24. ഇതിൽ നിന്ന് ഈ മേയർ എം കെ വർഗീസ് ഈ സ്വതന്ത്രരിൽ ഒരാളായിരുന്നു. കോൺഗ്രസ് വിമതനായിരുന്നു. അദ്ദേഹത്തിന്റെ പിന്തുണയോടെയാണ് അവിടെ ഇടത് ഭരണം പിടിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. നമുക്ക് തൃശൂർ കോർപ്പറേഷന്റെ ചരിത്രം പരിശോധിച്ചാൽ 2000 ആദ്യ തെരഞ്ഞെടുപ്പിൽ ജയം UDFനായിരുന്നു. കോൺഗ്രസിന്റെ ജോസ് കാട്ടൂക്കാരൻ നേരത്തെ പറഞ്ഞ പോലെ മേയറായി. 2004 മുതൽ 2005 വരെ കോൺഗ്രസിന്റെ തന്നെ കെ രാധാകൃഷ്ണൻ മേയറാകുന്നത് കണ്ടു. 2005 തെരഞ്ഞെടുപ്പിലും ജയം UDFന് തന്നെയായിരുന്നു. 2010 മുതൽ 2013 വരെ കോൺഗ്രസിന്റെ IP പോൾ മേയറായി. 2014 മുതൽ 2015 വരെ കോൺഗ്രസിന്റെ രാജൻ ജെ പല്ലൻ മേയർ പദവി വഹിച്ചു. അദ്ദേഹമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്നത് അവിടെ. 2015 ജയം ഇടതുമുന്നണിക്കായിരുന്നു. 2015 മുതൽ 2018 വരെ CPIMന്റെ അജിത ജയരാജനാണ് മേയറായിരുന്നത്. തൃശൂരിന്റെ ആദ്യ വനിതാ മേയർ കൂടിയായിരുന്നു അജിത ജയരാജൻ. 2018 മുതൽ 2020 വരെ അജിത വിജയനും മേയറായി. 2020 അജിത ജയരാജൻ വീണ്ടും മേയറായി. 2020 LDFനും UDFനും തുല്യ അംഗങ്ങളായിരുന്നു. ഇപ്പോൾ പറഞ്ഞതുപോലെ UDF വിമതനായി മത്സരിച്ച് വിജയിച്ച എം കെ വർഗീസിനൊപ്പം ചേർന്നാണ് LDF അവിടെ ഭരണം പിടിച്ചതെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. BJPക്ക് 6 അംഗങ്ങളാണ് കോർപ്പറേഷനിൽ ഉള്ളത്. BJP വലിയ പ്രതീക്ഷ പുലർത്തുന്ന ഇടമാണ് എന്ന് നമുക്കറിയാം. തൃശൂർ കോർപ്പറേഷൻ ഭരണം നിലനിർത്താൻ മേയർക്ക് വേണ്ടി LDFന് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നപ്പോൾ മുൻകൂട്ടി നിശ്ചയിച്ച ടേം വ്യവസ്ഥകൾ പാലിക്കാൻ കഴിയുന്നില്ല. മേയർക്കെതിരെ LDFനുള്ളിൽ നിന്ന് തന്നെ പല ഘട്ടങ്ങളിലും എതിർപ്പുകൾ ഉയരുന്നത് നമ്മൾ ഈ ഘട്ടത്തിൽ കണ്ടതാണ്. പരസ്യ പ്രതിഷേധവുമായി CPI പലവട്ടം രംഗത്ത് വന്നു. CPM അംഗങ്ങൾക്ക് പോലും പല കാര്യങ്ങളിലും കോർപ്പറേഷൻ ഭരണവുമായി ബന്ധപ്പെട്ട് എതിർപ്പുകൾ ഉണ്ടാകുന്ന സ്ഥിതിയുണ്ടായി. സ്വതന്ത്രയായി വിജയിക്കുകയും LDFനൊപ്പം ചേരുകയും ചെയ്ത ഡെപ്യൂട്ടി മേയർ ML റോസിയുമായി മേയർക്കുണ്ടായ തർക്കങ്ങൾ LDFന് വലിയ തലവേദനയായി മാറുന്നതും നമ്മൾ കണ്ടു. ഈ 5 വർഷക്കാലത്തിനിടയ്ക്ക് ഒട്ടും സുഖകരമായിരുന്നില്ല അവിടെ കാര്യങ്ങൾ എന്നുള്ളത് കാണാൻ കഴിയും ഇടതുപക്ഷത്തിനകത്ത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും 5 കൊല്ലം ഭരണം തികയ്ക്കുവാൻ മേയർ എം കെ വർഗീസിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. നിലവിലെ ഭരണസമിതി
ഇത്തരത്തിലുള്ള വിവാദങ്ങൾ, പലതരത്തിലുള്ള വിവാദങ്ങൾ നേരിട്ടിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മേയർ MK വർഗീസ് BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ പുകഴ്ത്തിയത് മായി ബന്ധപ്പെട്ട് CPI പരസ്യ പ്രതിഷേധം ഉയർത്തുന്നത് നമ്മൾ കണ്ടു. സുരേഷ് ഗോപി വിഷയത്തിൽ മേയർക്കെതിരെ CPI കടുത്ത നിലപാടെടുക്കാൻ തയ്യാറായതോടെ LDF സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെടുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തു. മേയർ BJPയിലേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹങ്ങൾ പരന്നതോടെ CPM കർശന നിലപാട് സ്വീകരിക്കുന്നത് കണ്ടു. പാർട്ടിയുമായി ആലോചിക്കാതെ നയപരവും ഭരണപരവുമായ തീരുമാനങ്ങൾ എടുക്കരുത് എന്ന നിർദ്ദേശം CPM MK വർഗീസിന് നൽകുന്ന സാഹചര്യവും ഉണ്ടായി. അവിടെ പല ഘട്ടങ്ങളിലും അവിശ്വാസ പ്രമേയം കോൺഗ്രസ് കൊണ്ടുവന്നെങ്കിലും അതിന് അവിശ്വാസത്തിന് അവിടെ കൂട്ടുനിന്നില്ല BJP എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് കൂടിയാണ് അവിടെ ഒരു അന്തർധാര ഉണ്ടോ മേയറുമായി BJPക്ക് എന്ന് സംശയിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് BJPയുടെ അത്തരത്തിലുള്ള ഒരു നിലപാട് കൂടി കൊണ്ടാണ് അദ്ദേഹത്തിന് 5 കൊല്ലം മേയർ സ്ഥാനത്ത് തുടരാൻ കഴിഞ്ഞത്, 5 കൊല്ലം തികയ്ക്കാൻ കഴിഞ്ഞത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJP നേടുന്ന തൃശ്ശൂർ കോർപ്പറേഷനിൽ നിർണായകമാണ്. BJP വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്നാണ് തൃശ്ശൂർ കോർപ്പറേഷൻ എന്ന് കാണാം. 2005 ഒരംഗം പോലും ഇല്ലാതിരുന്ന BJP പതിയെ കോർപ്പറേഷനിലേക്ക് ശക്തമാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ലോക്സഭയിലെ ജയത്തോടെ നഗരപ്രദേശങ്ങളിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലാണ് BJP ഏതായാലും ഉള്ളത്. BJP വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമുക്കറിയാം, ലോക്സഭയിൽ ഉള്ള ജയം അവർക്ക് വലിയ ആത്മവിശ്വാസം തന്നെ നേടിക്കൊടുത്തിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ തിളക്കമാർന്ന ജയം, അതിൻ്റെ ഒരു ആത്മവിശ്വാസം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കാണാൻ കഴിയും. 2010 ഒരംഗമാണ് BJPക്ക് ഉണ്ടായിരുന്നത് തൃശ്ശൂർ കോർപ്പറേഷനിലെങ്കിൽ 2015 അത് 6ആയി. 2020 നില മെച്ചപ്പെടുത്താനായില്ല എന്നത് ശ്രദ്ധേയമാണ്. എങ്കിലും 6 സീറ്റ് വീണ്ടും നേടുന്ന സ്ഥിതി. അതേ സീറ്റ് 2015 ഉണ്ടായിരുന്ന അതേ 6 സീറ്റിൽ തന്നെയായിരുന്നു 2020 BJP ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ആയിരിക്കില്ല കാര്യങ്ങൾ എന്നാണ് അവിടെ BJP അവകാശപ്പെടുന്നത്. തൃശ്ശൂർ കോർപ്പറേഷനും ഇങ്ങെടുക്കും എന്നാണ് BJPയുടെ ഒരു ആത്മവിശ്വാസം. അവിടെ 2015 കക്ഷിനില നമുക്ക് നോക്കാം. LDF അവിടെ 23 സീറ്റ് നേടി. ഇതിൽ CPIM ഇങ്ങനെയാണ്: CPM 19, CPI 2, JDS 1, CMB 1. UDF 21 നേടിയത്, BJP 6, സ്വതന്ത്രർ 4. 2015 നല്ല ഫൈറ്റാണ് എന്നുള്ളത് നമുക്ക് ഈ കക്ഷിനില കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. നെക്ക് ടു നെക്ക് ഫൈറ്റാണ് അവിടെ നടന്നത്. ഇനി നമുക്ക് 2010 കക്ഷിനിലയിലേക്ക് പോയാൽ UDF 41 സീറ്റാണ് അവിടെ നേടിയത്, LDF 9. അന്ന് 2010 UDFന് അവിടെ ഉണ്ടായിരുന്ന ഒരു അപ്രമാദിത്വം എത്രയെന്ന് നോക്കൂ. 2010 നിന്ന് 2020 ആയപ്പോൾ കാര്യങ്ങൾ എത്രത്തോളം മാറിമറിഞ്ഞു, കോൺഗ്രസ് എത്രത്തോളം അവിടെ ദുർബലപ്പെട്ടു, UDF എത്രത്തോളം ദുർബലപ്പെട്ടു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. 2010 അത്രയും പ്രബലമായ ഒരു സാന്നിധ്യമായിരുന്നു UDF എന്നുള്ളതാണ്. 41 സീറ്റുകളാണ് അവർ നേടിയത്. LDF വെറും 9 സീറ്റ്, BJPക്ക് 1 സീറ്റ്, സ്വതന്ത്രർ 4. ഇതായിരുന്നു അവസ്ഥ. നമുക്കിനി മേയറിലേക്ക് പോകാം. മേയർ കാത്തിരിക്കുകയാണ്. ശ്രീ MK വർഗീസ്, തൃശ്ശൂർ മേയർക്ക് സ്വാഗതം പവർ പഞ്ചായത്തിലേക്ക്. കഴിഞ്ഞ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഭാഗധേയം നിർണയിച്ചത് MK വർഗീസ് ആയിരുന്നു. മുന്നണികൾ MK വർഗീസിന് പുറകെ കൂടുന്നത് കണ്ടതാണ്. അവസാനം ഇടതുപക്ഷത്തിനൊപ്പം പോവുകയായിരുന്നു. അങ്ങനെ ഇടതുമുന്നണിക്ക് തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കാൻ MK വർഗീസ് കാരണക്കാരനാവുകയും MK വർഗീസ് മേയർ ആവുകയും ചെയ്തു. എങ്ങനെയാണ് ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ ഭരണപരമായും രാഷ്ട്രീയപരമായും വിലയിരുത്തുന്നത്? 2020 മുതൽ 2025 വരെയാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ തന്നെയായിരുന്നു മേയറായി അവസരം കിട്ടി. ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഞാൻ കൂടാൻ തന്നെ ഒരു പ്രത്യേക കാരണം, ഇന്ന് അധികാരം അല്ലെങ്കിൽ ഭരണം നിൽക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. ഞാൻ ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂരിനെ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിച്ചു വന്നൊരു മേയറാണ്. അങ്ങനെ ഒരു അധികാരം കിട്ടി. ആ അധികാരത്തിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, രാഷ്ട്രീയം എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയി തന്നെ ഞാൻ മാറ്റിവെച്ചു. വളരെ ബ്രഹ്മിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരാളുടെ ഭൂരിപക്ഷത്തിലാണ് ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ 5 വർഷക്കാലവും ഞാൻ നിന്നത്. അപ്പോൾ ഒറ്റ കാര്യത്തിൽ എൻ്റെ തീരുമാനം ഇതായിരുന്നു,
എവിടെയൊക്കെ നമുക്ക് വികസനങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നത് ആദ്യം തന്നെ നമ്മൾ തീരുമാനമെടുത്തു. എല്ലാ മേഖലകളിലും അത് നമുക്ക് രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ വികസനം കൊണ്ടുവരണം. ആ ഒരു ആശയപ്രകാരമാണ് ഞാൻ മുന്നോട്ട് പോയത്. നേരത്തെ പറഞ്ഞതുപോലെ മുന്നണികൾ MK വർഗീസിന്റെ പുറകെ കൂടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനകത്ത് കോൺഗ്രസിലേക്ക് വരണം എന്നാവശ്യപ്പെട്ട് വിമതനായി മത്സരിച്ച താങ്കളെ തിരിച്ച് മടക്കിക്കൊണ്ടുവരാൻ ഉമ്മൻചാണ്ടി തന്നെ നേരിട്ടിറങ്ങുന്നത് കണ്ടു. പക്ഷേ പോയില്ല കോൺഗ്രസിലേക്ക്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം, അങ്ങനെ കർക്കശമേറിയ കഠിനമായ ഒരു തീരുമാനം തന്നെ എടുത്തത് MK വർഗീസ്? അല്ല, കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോകാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. ഇന്ന് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഞാൻ ഒരു പ്രഹസനമായിട്ട് ഇരിക്കുന്നൊരു മേയറാവാൻ ആഗ്രഹിക്കുന്നില്ല. വികസനം എവിടെ, അങ്ങ് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ഭരണമുണ്ടെങ്കിൽ മാത്രമേ വികസനം നടത്താൻ പറ്റൂ. അതെനിക്ക് തിരിച്ചറിവുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏതൊരവസ്ഥയിലും തിരുവനന്തപുരത്ത് പോയി ഏത് ഓഫീസിലും ഏത് മന്ത്രിയും കാണാൻ സാധിച്ചു. മുഖ്യമന്ത്രി വരെ ഞാൻ പല കാര്യങ്ങളിലും കണ്ട് കാര്യങ്ങൾ നടത്താൻ പറ്റി. അതിപ്പോൾ ഞാൻ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ, പ്രതിപക്ഷ സ്ഥാനത്തായിരുന്നെങ്കിൽ അത് നടക്കില്ല എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ്. അങ്ങനെ വളരെ കൗശലമേറിയ ഒരു തീരുമാനം തന്നെ മേയർ സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെയാണ് MK വർഗീസ് ഏതായാലും ഒരു ഇടതുപക്ഷ മേയറായത്, LDF മേയറായത്. അങ്ങനെയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഇടതുപക്ഷം ഭരിക്കാൻ ഇടയായത്. നമുക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യങ്ങൾ കൂടി വരുന്നുണ്ട് മേയർ താങ്കളോട്. പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ ചോദ്യങ്ങളുമായി ചേരുകയാണ്. ആദ്യത്തെ ചോദ്യം: തൃശ്ശൂർ സ്വരാജ് റൗണ്ട്, ശ്രീ വടക്കുനാഥന ക്ഷേത്രത്തിനോട് ചുറ്റുമുള്ള സ്വരാജ് റൗണ്ട് തൃശ്ശൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജവീതിയാണ്. അതിൻ്റെ സ്ഥിതി എന്താ? ആ റോഡ് പോലും തകർന്നു കിടക്കുകയാണ്. തൃശ്ശൂർ പട്ടണത്തിലെ മിക്കവാറും റോഡുകൾ തകർന്ന് തരിപ്പണായി കിടക്കുകയാണ്. അങ്ങനെ റോഡ് തകർന്നതുകൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ 2 ചെറുപ്പക്കാരുടെയും ഒരു വീട്ടമ്മയുമാണ് ജീവൻ പൊലിഞ്ഞത്. തൃശ്ശൂർ പട്ടണത്തിലെ റോഡുകളുടെ കുഴിയിൽ വീണ്, ആ റോഡിൻ്റെ കുഴിയിൽ വീണ് 2 വീലർ അപകടത്തിൽപ്പെട്ട് ബസ് കയറിയും വാഹനങ്ങൾ കയറിയും 3 പേരുടെ മരണത്തിനിടയാക്കി ഒരു വർഷത്തിനുള്ളിൽ ഈ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ. അതിൽ 2 റോഡുകൾ തൃശ്ശൂർ കോർപ്പറേഷൻ്റെയും 1 റോഡുകൾ PW റോഡുമാണ്. എന്താണ് ഇതിൽ മേയർക്ക് പറയാനുള്ളത്? മേയർ മറുപടി: ഈ പറയുന്ന സ്ഥലത്ത് അതുപോലെ ഒരു കുഴി എന്ന് പറഞ്ഞ സംഭവം കൊണ്ടല്ല അവിടെ ആക്സിഡൻ്റ് ഉണ്ടായത്. വണ്ടി ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി പോയപ്പോൾ വണ്ടിയുമേ തട്ടിയിട്ടാണ് ഇവർ വീണത്. അതുകൊണ്ടുണ്ടായ ഒരു അപകടമാണ്. ആ റോഡിനകത്ത് അപ്പം തന്നെ ഞാൻ എൻജിനീയറെ വിളിച്ച്, മഴയായിരുന്ന സമയത്ത് ആ സമയത്ത് പരിശോധിച്ചു. അപ്പോൾ നോക്കുമ്പോൾ പറയത്തക്ക കുഴിയിൽ വീണിട്ടുള്ളതല്ല ഉണ്ടായിട്ടുള്ളത്. ആ അപകടം ഉണ്ടായിട്ടുള്ളത് വണ്ടി തട്ടിയിട്ട് വീണിട്ടുള്ളതാണ്. അത് തെറ്റായ ഒരു പരാമർശമാണ്. എല്ലാ റോഡുകളും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നേരത്തെ പറഞ്ഞ എല്ലാ റോഡുകളും തകർന്നു നിൽക്കുന്നു. അതൊന്നും യുക്തിക്ക് ചേർന്നതല്ല. റോഡുകളെല്ലാം വളരെ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഡാമേജ് ആയിട്ടുള്ള റോഡ് ഇന്ന് പട്ടണത്തിലില്ല. രാജൻ പല്ലന്റെ അടുത്ത ചോദ്യം: LDF ഭരണസമിതി 2016 മുതൽ 24 വരെയുള്ള കെട്ടിട നികുതി അനധികൃതമായി പിരിച്ചതിനെ ഹൈക്കോടതി പിരിച്ചത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞു. അത് ഹൈക്കോടതി വിധി പറഞ്ഞു. കോർപ്പറേഷൻ ചെയ്യുന്നത് അന്യായമാണെന്നും നിയമവിരുദ്ധമാണെന്നും ഹൈക്കോടതി വിധി വന്നു. ആ വിധിയെ മറികടക്കാൻ സുപ്രീം കോടതിയിൽ പോകുന്നു. ആ സുപ്രീം കോടതിയിൽ പോയത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടല്ലേ മേയറും LDF ഭരണസമിതിയും ചെയ്തത്? 3 വർഷത്തിൽ കൂടുതൽ നികുതി പിരിക്കാൻ പാടില്ല എന്ന് നിയമം നിലനിൽക്കുമ്പോൾ 8-9 വർഷത്തെ നികുതി പിരിച്ചത് ജനങ്ങളോട് കാണിച്ച അനീതിയും ക്രൂരതയുമല്ലേ? മറുപടി: 2017 മുതൽ നമുക്കറിയാം. ഇതിനകത്ത് ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന സമയത്ത് 2013 റിവിഷൻ നടക്കേണ്ടത്. ആ റിവിഷൻ നടന്നില്ല. അതിനുശേഷം 2017 എത്തിയപ്പോൾ നമുക്കറിയാം 17-18 ഫ്ലഡ് ഉണ്ടായിരുന്ന സമയം. അന്ന് പിരിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനമെടുത്തപ്പോൾ
സംയുക്തമായി ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടി ഒരുമിച്ച് നിന്ന് പറഞ്ഞു ഇപ്പോൾ പിരിക്കരുത്, കാരണം അവർ വലിയ ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വന്നത് 2020-ലാണ്. 20-ൽ വന്നപ്പോൾ എന്തുണ്ടായി? കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വന്നു. അപ്പോഴും പിരിക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ നമ്മളൊരു തീരുമാനമെടുത്തു. ഇത്രയും കാലത്തെ, ഏത് കാലത്തെ, 2017-ലെത്തെയും 2016 വരെയുള്ള പൈസ മുഴുവൻ എഴുതി തള്ളാൻ തീരുമാനിച്ചു. അതിനുശേഷം 2023 മുതലുള്ള പൈസയെ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ. ബാക്കി 5% ആകെ നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ. അതിനിവർ എന്ത് ചെയ്തു? കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നതുകൊണ്ട്, കോടതിയിലത്തെ ഉത്തരവ് നമ്മൾ വന്നത് ആരൊക്കെ കോടതിയിൽ പോയിട്ടുണ്ടോ ആ കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം നമ്മൾ അത് അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ബാക്കിയുള്ളവർക്ക് നമ്മൾ അടുത്ത് വരുന്ന അവരുടെ നികുതി അടയ്ക്കുമ്പോൾ അതിൽ കുറച്ച് കൊടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രാജൻ പല്ലന്റെ അടുത്ത ചോദ്യം. തൃശ്ശൂർ കോർപ്പറേഷനിലെ മാലിന്യ സംസ്കരണ രംഗത്ത് എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? മാലിന്യ സംസ്കരണ രംഗത്ത് പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു സ്ഥിതിവിശേഷം, തൃശ്ശൂർ പട്ടണത്തിലെ TUDA റോഡിലുണ്ടായിരുന്ന OWC പ്ലാന്റ് അടച്ചുപൂട്ടി. TUDA റോഡിലുണ്ടായിരുന്ന ഫുഡ് സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടി. കുരിയച്ചിറയിലുണ്ടായിരുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടി. അവിടെ ഉണ്ടായിരുന്ന ഫുഡ് സംസ്കരണ പ്ലാന്റും അടച്ചുപൂട്ടി. ശക്തനിലെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന 8 ടൺ വരെ വളമാക്കാൻ കപ്പാസിറ്റിയുള്ള OWC പ്ലാന്റും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. എന്താണ് മാലിന്യ സംസ്കരണ രംഗത്ത് എന്ത് നടപടികളാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ചെയ്തിട്ടുള്ളത്? മാലിന്യ പ്രശ്നത്തിലാണ് ഈ ചോദ്യം. മറുപടി മേയർ. മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി ഉറവിടത്തിൽ തന്നെ സംസ്കരണം നടത്തുക, ഇതാണ് നമ്മുടെ പദ്ധതി. ആ പദ്ധതിയുടെ ഭാഗമായാണ് 80,000 വീടുകളിലേക്കും ബയോബിൻ കൊടുത്തു. അത് CSR ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്, സൗജന്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊന്ന് നമുക്കറിയാം, ഹരിതകർമ്മസേന എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഡോർ ടു ഡോർ അജൈവ മാലിന്യം കളക്ഷനാണ്. അത് MCF എന്ന് പറയുന്ന മെറ്റീരിയൽ കളക്ഷൻ സെൻറ്റർ ഇന്ന് എല്ലാ ഡിവിഷനിലും നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അവിടെ വെച്ചുകൊണ്ട് അത് ഡിവൈഡ് ചെയ്ത് ക്ലീൻ കേരളയ്ക്ക് കൊടുത്ത് അവർ കൊണ്ടുപോയിട്ട് സിമൻറ്റ് ഫാക്ടറി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. നൂതന പരിപാടികൾ, പഴയ സ്റ്റൈലൊക്കെ കളഞ്ഞു. പുതിയ ഓട്ടോമാറ്റിക് OWC പ്ലാന്റാണ് ഇപ്പോൾ ഉള്ളത്. കുരിയച്ചിറ എല്ലാം മാറ്റി, ഈച്ചയുടെ ശല്യമുണ്ടായിരുന്ന എല്ലാ സംരംഭം മാറ്റി അവിടെ പൂങ്കാവനാക്കി ഇപ്പോൾ നമ്മൾ. കാരണം എന്താ? അവിടെ OWC പ്ലാന്റ് വന്നു, MCF വന്നു. എല്ലാ ഡിവിഷനിലും ഇപ്പോൾ ഒരു സ്ഥലത്തും വലിച്ചെറിയുന്ന പ്രവൃത്തി ഇവിടെ ഇല്ല. മാത്രമല്ല, ഏതെങ്കിലും സ്ഥലത്ത് അങ്ങനെ കണ്ടാൽ ശക്തമായ നിയമമുണ്ട്. മാത്രമല്ല, എവിടെയെങ്കിലും കൂടിക്കിടക്കുന്നത് കണ്ടാൽ അത് എടുത്തു മാറ്റി അവിടെ പൂങ്കാവനങ്ങളാക്കുകയാണ്. പട്ടണത്തിനകത്ത് എല്ലാ കോർപ്പറേഷൻ്റെ പരിധിയിലും 250 പൂങ്കാവനങ്ങളുണ്ട് ഇപ്പോൾ. അത് മാത്രമല്ല, GFC റാങ്കിങ് കിട്ടിയത് നമുക്കാണ്. ഏറ്റവും വൃത്തിയുള്ള നഗരമായി അംഗീകരിച്ചത് തൃശ്ശൂരിനെ, അവാർഡ് ഫ്രം കേരള. അത് കഴിഞ്ഞിട്ട് ഈ സീറ്റ്സ് ആൻഡ് ഫീഡ്ബാക്ക് എന്ന് പറയും, അതായത് പൊതുജനങ്ങളുടെ അഭിപ്രായ സർവേയിൽ കേരളത്തിൽ 1ാം സ്ഥാനത്ത് കിട്ടിയത് തൃശ്ശൂരാണ്. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ മത്സരിക്കാൻ പോയത് തൃശ്ശൂരാണ്. അവാർഡ് കിട്ടി. 1450 റാങ്കിലുണ്ടായിരുന്ന തൃശ്ശൂർ ഇന്ന് 58 റാങ്കിലാണ് നിൽക്കുന്നത്. വലിയ മാറ്റം ആ രംഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ ബയോ CNG നമ്മളിപ്പോൾ പണി മുക്കാൽ ഭാഗമായി. അതും കൂടി വന്നാൽ തൃശ്ശൂർ പട്ടണത്തിനകത്തേക്ക് ഇനി മറ്റു പഞ്ചായത്തുകളിലുള്ള ഈ പറയുന്ന ജൈവമാലിന്യം കൊണ്ടുവരേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പോവുക. അത്രയധികം നമ്മൾ മാറിക്കഴിഞ്ഞു. ശരി, അടുത്ത ചോദ്യം. MG റോഡ് വികസനം ആരംഭിച്ചിട്ടുള്ളതാണ്. നിരവധി പേർ അതിനുവേണ്ടി സ്ഥലം വിട്ടു തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് 10 വർഷം പിന്നിടുമ്പോൾ MG റോഡ് വികസനം, തൃശ്ശൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യവീതിയാണ് MG റോഡ് വികസനം എന്തായി? MG റോഡ് വികസനത്തിന്റെ പുരോഗതിയാണ് ചോദിക്കുന്നത്. MG റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് 7 കോടി രൂപ സർക്കാർ നമുക്ക് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. MG റോഡിൻ്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 18 പേരുടെ NOC നമുക്ക് കിട്ടിക്കഴിഞ്ഞു.
കുറച്ച് പേര് ഫ്രീ സറണ്ടർ ചെയ്തിട്ടുണ്ട്, 2 പേര് കോടതിയിൽ പോയിരിക്കുക. ആ കോടതിയിൽ പോയതുകൊണ്ടാണ് നമുക്കിത് പൊളിക്കുക. അല്ലെങ്കിൽ ഇത് പൊളിച്ച് ഈ റോഡ് ഇപ്പോൾ പ്രാവർത്തികമാകുമായിരുന്നു. അതിനകത്ത് എല്ലാ തരത്തിലും ഇനി ആ 2 കോടതിയിൽ നമ്മളിപ്പോൾ അപ്പീൽ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്നത് പോലെ ഫ്രീ സറണ്ടർ അല്ല ഒരു പ്രശ്നം, അവർക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവർ പറയുന്നു ഈ പറയുന്ന കളക്ടർ നിശ്ചയിക്കുന്ന പൈസ അവർക്ക് പോരാ, അവർക്ക് വേണ്ടത് അവിടുത്തെ ആ പ്രദേശത്തെ വാല്യൂ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവർ കോടതിയിൽ പോയിരിക്കുന്നത്. അതിന് തീരുമാനമായാൽ ഉടൻ തന്നെ അത് പൊളിക്കും. ശരി, രാജൻ പല്ലന്റെ പ്രതിപക്ഷ നേതാവിന്റെ അവസാന ചോദ്യമാണ്. ചോദിച്ചു. ഒരു ചോദ്യം മേയറോട് ചോദിക്കാനുള്ളത്, മേയറെ മേയറാക്കിയത് CPM നേതൃത്വം കൊടുക്കുന്ന LDF ആണ്. എന്നാൽ മേയർ BJPക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ മേയർ BJP സ്ഥാനാർത്ഥിയാണ് നല്ല സ്ഥാനാർത്ഥി എന്ന് പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വന്തം മേയറാക്കിയ രാഷ്ട്രീയ പാർട്ടികളെ ചതിച്ച് BJPയെ സപ്പോർട്ട് ചെയ്തത് ഒരു രാഷ്ട്രീയ മര്യാദയാണ്. ഗുരുതരമായ ആരോപണമാണ് മേയർ. മറുപടി. രാജൻ പല്ല, എന്നെ നീ BJPയിൽ കൊണ്ട് കെട്ടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് പറയാം. നിന്നേക്കാൾ പഴക്കമുള്ളൊരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. ആ കോൺഗ്രസ്സിനകത്ത് എനിക്ക് സീറ്റ് തരാത്തത് കൊണ്ടല്ലേ ഇങ്ങനൊന്ന് സംഭവിച്ചത്. ഞാൻ സ്വതന്ത്രനായി മത്സരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കിയത്. അതുകൊണ്ടല്ലേ ഞാൻ സ്വതന്ത്രനായി മത്സരിച്ചത് കൊണ്ടല്ലേ എനിക്കൊരു മേയറാവാൻ സാധിച്ചത്. അതുകൊണ്ടല്ലേ എനിക്ക് നീ ചെയ്യാത്ത നിൻ്റെ കാലഘട്ടത്തിൽ ചെയ്ത വെറും 58 കോടി രൂപ വികസനമാണ് 2010 മുതൽ 15 വരെ ചെയ്തത്. 2020 മുതൽ 25 വരെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത് 1500 കോടി രൂപയുടെ വികസനമാണ്. മനസ്സിലായോ? അപ്പോൾ നീ ഇനി അടുത്ത ഇവിടെ മത്സരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്നെയും കൂടി പ്രതീക്ഷിക്കണം. BJPയിലേക്കൊന്നും ഞാൻ അങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പോകുമെന്ന് പ്രതീക്ഷിക്കരുത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മനസ്സാക്ഷിയോട് ഞാൻ ചോദിക്കും. ഞാനൊരു കോൺഗ്രസ്സുകാരനായിരുന്നു. മനസ്സിലായോ? നിങ്ങളൊക്കെ കൂടിയിട്ടാണ് എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയത്. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറ. ഞാൻ ഓടിപ്പോയതല്ല, പഴക്കവും തഴക്കമുള്ള ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു ഞാൻ. നീണ്ട 40 വർഷക്കാലം എൻ്റെ ചോരയും നീരും ഞാൻ കോൺഗ്രസ്സിന് വേണ്ടി ചെലവ് ചെയ്തവനാ. എന്നിട്ടും നിങ്ങൾ എന്നെ തള്ളി. പക്ഷേ എന്നെ ജനം തള്ളിയിട്ടില്ല. എപ്പോഴും ജനം ഇന്നും പറയുന്നു മത്സരിക്കൂ എന്ന് തന്നെ എന്നോട് പറയണേ. കാരണം അത് എൻ്റെ വ്യക്തിത്വമാണ്, എന്നോട് ജനങ്ങൾക്കുള്ള സ്നേഹമാണ്. അതും കൂടി പലരും മനസ്സിലാക്കണം. ഓക്കെ. MK വർഗീസ്, താങ്കൾ വികസന പ്രവർത്തനങ്ങൾ നിരവധി ചെയ്തു എന്ന് അവകാശപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് മറുപടി കൊടുക്കുന്നത് കണ്ടു, രാജൻ പല്ലന് മറുപടി കൊടുക്കുകയും ചെയ്തു. അതിൽ താങ്കൾക്ക് മുന്നണിക്കകത്ത് നിന്ന് എത്രത്തോളം പിന്തുണ കിട്ടിയിട്ടുണ്ട്? LDFനകത്ത് നിന്ന് പലപ്പോഴും CPI തന്നെ താങ്കളെ തള്ളിപ്പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതായത് ഇത്രയേ ഉള്ളൂ, വികസനം എന്ന് പറയുമ്പോൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അതവർക്ക് ബോധ്യപ്പെട്ടു. ഈ പറയുന്ന പ്രതിപക്ഷം സ്കൈ വാക്ക് എന്ന് പറയുന്ന ഒരു സ്വപ്നം നടപ്പിലാക്കുമ്പോൾ അവർ പറഞ്ഞ വാക്കുകൾ ഇപ്പം ഞാൻ ഓർക്കുക. അവർ പറഞ്ഞത് എന്താ? ഇത് കാക്കയ്ക്ക് കാഷ്ടിക്കാനും അതുപോലെ തന്നെ ഓണത്തിന് കായകോല കെട്ടാനുള്ളതാണെന്നാണ് അന്ന് എന്നെ പരിഹസിച്ച് പറഞ്ഞത്. ഞാൻ ഒന്നും പറഞ്ഞില്ലേ, അതിന് മറുപടിയില്ല. പക്ഷേ ഇന്ന് അത് ഇന്ത്യയിൽ തന്നെ ഒരു അഭിമാനമായി അവാർഡ് പോയി എനിക്ക് കിട്ടിയതിൻ്റെ അതിന് അവാർഡ് വാങ്ങിച്ചിട്ടുള്ളതാണ്. അതിപ്പോൾ എന്തിനാ? ശരിക്കും പറഞ്ഞാൽ അത് 360 മീറ്റർ നീളമുള്ള ഒരു ആകാശപാതയാണ്. എന്താണ് ആകാശപാത? അപകടരഹിതമായ ഒരു നടപ്പാതയാണത്. അതിന് 4 ലിഫ്റ്റുകൾ വെച്ചു. കാരണം 5 റോഡുകൾ ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലമാണ്. അവിടെയൊക്കെ നെഞ്ചിൽ കൈവച്ചിട്ട് ആൾക്കാർ ക്രോസ് ചെയ്യുന്നത്. അത് കണ്ട് പ്രചോദനം വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു ആശയം വന്നത്. ആ ആശയം നടപ്പിലാക്കി. ഇന്ന് അത് ലോകം അറിയപ്പെടുന്നു. തൃശ്ശൂരിൻ്റെ ഐക്കണായി മാറി. ഇന്ന് തൃശ്ശൂരിനെ അറിയുന്നത് ആകാശപാതയിൽ കൂടിയാണ്. ആ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. CPM മേയറെ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് ഇടയ്ക്ക് സുരേഷ് ഗോപി പറയുന്നത് കേട്ടു. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ, സ്വതന്ത്രമായി പ്രവർത്തിക്കാനും സ്വതന്ത്രമായി ആശയവിനിമയം നടത്താനും ഉള്ള അംഗീകാരം ഞാൻ മുമ്പേ മേടിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഇവരുടെ കൂടെ വന്നത്. അത് നാളിതുവരെ എന്നോട് ഒരു കാര്യത്തിലും, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ശാസനയോ വിളിച്ചു വരത്തിലോ ബോധ്യപ്പെടുത്തലോ ഉണ്ടായിട്ടില്ല. അതിന് അവസരം ഞാൻ കൊടുക്കാറില്ല.
പല ഘട്ടങ്ങളിലും എം കെ വർഗീസ് അവിടെ അവിശ്വാസ പ്രമേയ ശ്രമങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനെ BJP പിന്തുണയ്ക്കുന്നത് കണ്ടിട്ടില്ല. ആ വിട്ടുവീഴ്ച കൊണ്ടുകൂടിയാണ്, BJPയുടെ ആ വിട്ടുവീഴ്ച കൊണ്ടാണ് താങ്കൾക്ക് 5 വർഷം തികയ്ക്കാനായത് എന്ന് കാണേണ്ടി വരും. സുരേഷ് ഗോപിയെ താങ്കൾ പ്രശംസിച്ച് പറയുന്നുണ്ട്. അത്തരത്തിൽ ഒരു അന്തർധാര അവിടെ ഉണ്ട് എന്നുള്ള ആരോപണം പല ഘട്ടങ്ങളിലും, നേരത്തെ താങ്കൾ അതിന് മറുപടി പറഞ്ഞതാണ്. എങ്കിൽ കൂടി ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഒരു കൂറുമാറ്റം, ഒരു പാർട്ടി മാറൽ ഇനി എം കെ വർഗീസിന്റെ ജീവിതത്തിലുണ്ടാകുമോ? അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൽ ഞാൻ കണ്ടൊരു ക്വാളിറ്റി, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അദ്ദേഹത്തിന് പൊളിറ്റിക്സ് അറിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹം നല്ലൊരു മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് ഇതുപോലെ തന്നെ ഒരു 1 കോടി രൂപ തരാം, തൃശ്ശൂരിൻ്റെ മാർക്കറ്റിനകത്ത് വളരെ മോശമായി കിടക്കുന്ന ഒരു കുളമുണ്ട്, അതുപോലെ തന്നെ അവിടെ 2-3 ടോയ്ലറ്റ് പണിയാൻ പറഞ്ഞു, 1 കോടി രൂപ തരാം എന്ന് പറഞ്ഞാൽ യെസ് തന്നെയല്ലേ ഞാൻ പറയാം. അത് അദ്ദേഹം പറഞ്ഞതിന് വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തി എന്നുദ്ദേശിച്ച് ഞാൻ BJP-കാരനാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ അത് അദ്ദേഹം തന്നത് മന്ത്രിയായതിനു ശേഷമല്ല, രാജ്യസഭ MP ആയിരുന്നപ്പോഴാണ് അദ്ദേഹം അത് തന്നത്. മന്ത്രി ആയതിനു ശേഷം അദ്ദേഹം 1 രൂപയും നമുക്ക് തന്നിട്ടില്ല. അതും ഞാൻ പറഞ്ഞു സത്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, അത് ഞാൻ പറയുന്നു. അന്ന് കാലത്ത് ഞാനിവിടെ മേയറായിരുന്ന കാലത്ത് ഇവിടുത്തെ ലോകസഭ MP ആരാണ്? TM പ്രതാപനാണ്. ആ TM പ്രതാപൻ നമ്മൾ സ്വതവേ ഒരു സാമ്പത്തിക, ഞാൻ അവിടുത്തെ അതിൻ്റെ അമരക്കാരൻ, അതായത് മേയർ ഞാനല്ലേ, അപ്പോൾ ഞാനും കൂടി ആലോചിച്ചിട്ടില്ലേ സ്വതവേ, അങ്ങനെയല്ലേ, അങ്ങനെയാണ് പതിവ്. അത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അറിവുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, തന്നാൽ ഞാൻ തന്നു എന്ന് തന്നെ പറയും. എനിക്ക് പ്രത്യേക വ്യക്തിവൈരാഗ്യമൊന്നും TM പ്രതാപനോടില്ല. പക്ഷേ അദ്ദേഹം സ്വതവേ പതിവ്, ഇപ്പം ഞാൻ ഒരു മന്ത്രിയാണെങ്കിൽ മന്ത്രി എന്താ ചെയ്യുക, ഇത്ര രൂപ നിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്, അത് ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഇന്നതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരില്ല, കത്ത് തരില്ലോ. അതിൻ്റെ അധ്യക്ഷനും അവിടുത്തെ എക്സിക്യൂട്ടീവ് പവറുള്ളത് മേയർക്കാണ്, സെക്രട്ടറിക്കല്ല. എക്സിക്യൂട്ടീവ് പവർ ഉള്ളത് ആർക്കാണ്? മേയർക്കാണ്. ആ മേയർക്ക് അങ്ങനെ ഒരു കത്ത് വന്നിട്ടില്ല, അല്ല ഇന്ന വർക്കുകൾ ചെയ്തു എന്ന് ചെയ്യാൻ പറഞ്ഞിട്ട് തന്നിട്ടില്ല. പിന്നെ അദ്ദേഹം വന്നിട്ട് ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതെനിക്കറിയില്ല. അത് MP ഏത് പരിപാടിക്കും വിളിക്കാമല്ലോ, MP ഏത് പരിപാടിക്കും വിളിക്കാം. അത് ഫണ്ട് ഇന്നതാണ് അല്ലെങ്കിൽ മറ്റേതാണെന്ന് അറിയണമെങ്കിൽ എനിക്ക് കത്ത് വരണ്ടേ? അങ്ങനെയല്ലേ ശരി. ഇപ്പോൾ കളക്ടറാണെങ്കിൽ കളക്ടറുടെ ഭാഗത്തുനിന്ന് എനിക്കൊരു കത്ത് വരും. സ്വതവേ പതിവ് അങ്ങനെയാണ്. അങ്ങനെ ഒരു സംഭവം എനിക്കുണ്ടായിട്ടില്ല. ഇല്ലാത്തതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞാൽ 3 കോടി അവിടെ ചെയ്തു, അതുപോലെ തന്നെ ഇവിടെ ചെയ്തു. ഇത് ആരോട് എനിക്കറിയണ്ടേ? ഞാൻ അറിഞ്ഞിട്ട് ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹം നേരിട്ട് ആ വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ പതിവുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ അറിവിൽ ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ല. അതിപ്പോഴും ഞാൻ പറയുന്നു, അത് വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. അദ്ദേഹം പറയുന്നത് പോലെ ഞാൻ ഇടതുപക്ഷത്തിൻ്റെ ചോദ്യത്തിലേക്ക് വന്നാൽ എം കെ വർഗീസ്, വലിയ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ സഹായിച്ചത് LDF ആണ്. എന്തുകൊണ്ടാണ് LDF-നൊപ്പം പ്രവർത്തിക്കില്ല എന്ന് പറയുന്നത്? LDF-നൊപ്പം പ്രചരണത്തിന് പോകാതെ താങ്കൾ പോകുന്നത് BJP-യിലേക്കാണോ എന്നുള്ളതാണ് സംശയം. താങ്കൾ സുരേഷ് ഗോപിയെ പ്രശംസിച്ചുകൊണ്ട് പിന്നെയും സംസാരിക്കുന്നത് കേട്ടു, അതുകൊണ്ടുകൂടിയാണ് ഈ ചോദ്യം. അതായത് ഞാൻ ഒരു കാര്യം, ഞാൻ ഇവരും തമ്മിലുള്ള എഗ്രിമെൻ്റ് എന്താണെന്നറിയാം, ഇങ്ങനെയാണ്: 5 വർഷക്കാലം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, അത് കഴിഞ്ഞിട്ട് എന്ത് വേണമെന്ന് അന്ന് ഞാൻ തീരുമാനിക്കുന്നതാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഈ 5 വർഷം ഇനി ഈ പറയുന്ന 20/12/2025 വരെ ഞാൻ മേയർ തന്നെയാണ് ഇവിടുത്തെ. ബാക്കി കാര്യം അത് കഴിഞ്ഞതിന് ശേഷം ചിന്തിക്കും. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുള്ളത് 3 മാസം ഞാൻ റെസ്റ്റ് എടുക്കുന്ന പറഞ്ഞേക്കണം. 5 വർഷക്കാലം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ ജോലി ചെയ്ത ആളാണ്. അതായത് എൻ്റെ ജനത്തിനു വേണ്ടി, തൃശ്ശൂർ പട്ടണത്തിന് വേണ്ടി, നിവാസികൾക്ക് വേണ്ടി എൻ്റെ സമയം പോലും ഞാൻ മാറ്റിവെച്ച് തിരുവനന്തപുരത്ത് പോയി നടക്കാത്ത ചില കാര്യങ്ങൾ, അങ്ങനെ തന്നെ പറയാം, നടക്കാത്ത നമുക്കറിയാലോ, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും ബ്യൂറോക്രാസി ഭരണം നടക്കുന്ന സ്ഥലം. ഏത് ഭരണസമിതി വന്നാലും സെക്രട്ടേറിയറ്റിനകത്ത് ചെന്ന ബ്യൂറോക്രാസിയാണ്. അവരെ ശരിപ്പെടുത്തണമെങ്കിൽ വളരെ ആത്മാർത്ഥമായി പ്രവർത്തനം നടത്തി. ഞാൻ തിരുവനന്തപുരത്ത് ചെന്നാൽ അവിടെയുള്ള സെക്രട്ടേറിയറ്റിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം തൃശ്ശൂർ മേയർ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന്. എന്താ കാര്യം? എല്ലാ ഓഫീസിലും കയറി ചെല്ലും, കാര്യം മുഖത്ത് നോക്കി പറയും. അതിൻ്റെ ബലമായിട്ടാണ് ഇന്ന് പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റിയത്.
നമുക്കറിയോ കുടിവെള്ള പദ്ധതി, സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയായി തൃശ്ശൂർ 50 വർഷക്കാലത്തേക്ക് ഇനി യാതൊരു തരത്തിലും കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെയാണ് ലൈറ്റുകൾ. 1 കോടി രൂപയാണ് ഒരു മാസത്തേക്ക് ചിലവ് ലൈറ്റ് കത്തിക്കാൻ. അതിപ്പോൾ എന്താ സ്ഥിതി? ഒരു കമ്പനിയെ ഏൽപ്പിച്ചു 10 വർഷക്കാലത്തേക്ക്. ഇപ്പോൾ 42 ലക്ഷം രൂപ നമുക്ക് ചിലവ് ചെയ്താൽ മതി. 52 ലക്ഷം രൂപ ഓരോ മാസവും ലാഭം. LED ലൈറ്റുകളാണ് സ്ഥാപിക്കുന്നത്, കമ്പനി നടത്തും. അങ്ങനെ വലിയ പ്രൊജക്റ്റ്, നിസ്സാര ചെറിയ ചെറിയ പ്രൊജക്റ്റുകളൊന്നുമല്ല, വലിയ പ്രൊജക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കണം കുടിവെള്ളത്തിൽ. അതുപോലെ വെറ്റ് എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ ആദ്യമായി നമ്മൾ ഉണ്ടാക്കുന്നത് വെറ്റ് ലാറോ, വാട്ടർ എഫിഷ്യൻസി തൃശ്ശൂർ. ഈ പദ്ധതിക്ക് 25 കോടി രൂപയാണ്. എന്താണ് ആ പദ്ധതിയുടെ പ്രത്യേകത? പൈപ്പിൽ കൂടെ വെള്ളം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇനി തിരിച്ചറിയുണ്ടായി, നമ്മുടെ മോണിറ്ററിൽ തിരിച്ചറിയാവുന്ന ഒരു പദ്ധതിയാണ്. അതുപോലെ തന്നെ ആരെങ്കിലും വെള്ളം കട്ടാൽ നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ വെള്ളത്തിന് എത്ര വെള്ളം പീച്ചിയിൽ നിന്ന് വന്നു എന്ന് വാട്ടർ അതോറിറ്റിക്ക് ഉള്ള വാട്ടർ മീറ്റർ, ബൾക്ക് വാട്ടർ മീറ്ററുകളെല്ലാം സ്മാർട്ട് മീറ്ററാക്കി. ഇനി പാവപ്പെട്ടവൻ്റെ വെള്ളം അവൻ ആവശ്യമില്ലാതെ വെള്ളം ഉപയോഗിക്കുന്ന വെള്ളത്തിന് മാത്രം ബില്ലടയ്ക്കാവുന്ന തരത്തിലുള്ള സ്മാർട്ട് മീറ്ററുകൾ നമ്മൾ സ്ഥാപിച്ചു. 137 കോടി രൂപ കേന്ദ്രത്തിൽ നിന്നും നേരിട്ട് പോയി പരിശ്രമിച്ച് RDSS എന്ന പദ്ധതിക്ക് വേണ്ടി തൃശ്ശൂരിൻ്റെ കോർപ്പറേഷൻ്റെ TCD ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവന്നു. അതിൻ്റെ ഗുണമെന്താണ് ഉണ്ടായത്? നമുക്കറിയാം, തൃശ്ശൂർ പട്ടണം ഇരുട്ടിലാണ്. ഒരു സ്ഥലത്ത് മാത്രമാണ് നമുക്ക്, വിയ്യൂർ മാത്രമാണ് എന്ത് കണക്ഷനുള്ളത്. കറണ്ട് പോയാൽ തൃശ്ശൂർ ഇരുട്ടിലാണ്. അതിന് നമ്മളിപ്പോൾ പുതിയ സംവിധാനം വന്നു. ലാലൂരിൽ പുതിയ 1 ടൺ 110 kV സബ്സ്റ്റേഷനുകൾ സ്ഥാപിച്ചു, പണി തുടങ്ങി. ഒപ്പം തന്നെ എല്ലാം ഇനി അണ്ടർ കേബിളാണ് വരാൻ പോകുന്നത്. ഈ മുകളിലുള്ള കേബിളൊക്കെ മാറ്റി 54 കിലോമീറ്റർ നീളത്തിൽ നമ്മൾ ഇനി UG കേബിൾ സ്ഥാപിക്കാൻ പോകും. ഒക്കെ ഈ RDSS പദ്ധതിയിൽ കൂടിയാണ്. അതുപോലെ തന്നെ എല്ലാ വീടുകളിലേക്കും ഇലക്ട്രിസിറ്റി സ്മാർട്ട് മീറ്ററാണ്. ഒരു കാരണവശാലും അവരുപയോഗിച്ച ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കാശ് മാത്രം അടച്ചാൽ മതി. അങ്ങനെ പുതിയ പുതിയ സംവിധാനങ്ങൾ. ഒപ്പം തന്നെ ഏറ്റവും വലിയ പദ്ധതി 118 കോടി രൂപയുടെ ഏതാ പദ്ധതി? തൃശ്ശൂർ പട്ടണത്തിലെ വേസ്റ്റ് വാട്ടർ സുവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. 3 വർഷമാണ് ഞാൻ അതിൻ്റെ പിന്നിൽ നടന്നത്. അത് പാസ്സായി. അതിൻ്റെ പണി അടിയന്തരമായി തുടങ്ങാൻ പോവുക. ഇതിവിടെ നമ്മുടെ ഈ വഞ്ചിക്കുളത്ത്. അത് ഈ 118 കോടി രൂപയോ. ഈ പ്രദേശത്തുള്ള വെള്ളം മുഴുവൻ അവിടേക്ക് വരും. അവിടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. ശ്രീ MK വർഗീസ്, കഴിഞ്ഞ 5 വർഷത്തിൽ മേയർ ആഗ്രഹിച്ച തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? തങ്ങളുടെ മനസ്സിലുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു പരിധി വരെ ഈ 5 വർഷക്കാലം എനിക്ക് അത് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ വിമർശനം എനിക്ക് വലിയ താല്പര്യമുള്ള ആളാണ്. ആരോഗ്യപരമായ വിമർശനം നല്ലതാണ്. സത്യസന്ധമായി നമുക്കൊരു പ്രവർത്തിക്കണമെങ്കിൽ ഒരു കോർണറിൽ നിന്നൊരു വിമർശനം ഉണ്ടാകണം. പ്രവർത്തിച്ചാൽ മാത്രമേ വിമർശനം ഉണ്ടാവുകയുള്ളൂ. വിമർശനം ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രവർത്തനം നടക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഈ 5 വർഷക്കാലം എന്നെ വിമർശിക്കുന്നവർ വളരെയധികം ഉണ്ടായിരുന്നു. ആ വിമർശനമൊക്കെ ഞാൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ മറ്റ് വിമർശനങ്ങൾ അത് പൊളിറ്റിക്കലാണ്. അതിന് ഞാൻ വില കൽപ്പിക്കാറില്ല. കാരണം എന്താ, എൻ്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ എൻ്റെ നാടിന് എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, എവിടെ നിന്നൊക്കെ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ആര് സാമ്പത്തികം തന്നാലും അത് എൻ്റെ നാടിൻ്റെ ഡെവലപ്മെൻറ്റിനാണെങ്കിൽ ബോധ്യപ്പെട്ടാൽ അത് നടപ്പിലാക്കും. അല്ലാണ്ട് പ്രത്യേക രാഷ്ട്രീയമായിട്ട് വേർതിരിവ് എനിക്കില്ല. അത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഈ 5 വർഷക്കാലം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത, എന്നെ ഇടതുപക്ഷത്തിൽ നിന്നിട്ട് ഇന്ന് വരെ ഒരു ശാസനയ്ക്കോ അല്ലെങ്കിൽ അവർ വിളിച്ചു വരുത്താനോ ഒരിടം ഞാൻ കൊടുത്തിട്ടില്ല. കാരണം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹം വളരെ ഭംഗിയായി തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഏതൊക്കെ അജണ്ടകളുണ്ടോ അതൊക്കെ അനുസരിച്ച് അതിനകത്ത് വേണ്ടതായ ഭേദഗതികൾ നടത്തിക്കൊണ്ട് അതിൽ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ ഭംഗിയായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ടായിരിക്കാം ആദ്യം എനിക്ക് 2 വർഷം തന്നു. പിന്നെ പറഞ്ഞു അദ്ദേഹം തന്നെ ഇരുന്നോട്ടെ, 5 വർഷക്കാലവും എൻ്റെ കൂടെ സഹകരിച്ച് മുന്നോട്ട് പോകാൻ അവർ എനിക്ക് അവസരം തന്നു. താങ്കൾ ശാസന നൽകിയിട്ടില്ല എന്ന് പറയുമ്പോഴും സംസ്ഥാന നേതൃത്വത്തിന് പല ഘട്ടങ്ങളിലും ഇടപെടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ സുരേഷ് ഗോപിയുടെ പ്രശംസ അടക്കമുള്ള കാര്യങ്ങളിൽ പരസ്യ പ്രസ്താവന പാടില്ല എന്ന് CPM നേതൃത്വം താങ്കൾക്ക് അത്തരത്തിൽ താങ്കളോട് അഭിപ്രായം പറഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. CPM-മായി ഉള്ള മൽപ്പിടുത്തങ്ങൾ ആ രീതിയിൽ കൂടി വാർത്തയായിട്ടുണ്ട്. ഒപ്പം ഡെപ്യൂട്ടി മേയറുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെയും താങ്കളുടെ ഒരു ഭരണകാലത്ത് വിവാദങ്ങളായി വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. ശ്രീ MK വർഗീസ്, അതായത് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പറയുന്ന കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ല. കാരണം എന്താ, അവിടുത്തെ ഒരു കൂട്ടുത്തരവാദിത്തത്തോടു കൂടിയുള്ള ഭരണമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
അതിനകത്ത് എൻ്റെ കൂടെ നിൽക്കുന്നത് CPI ആയാലും CPM ആയാലും അവരൊക്കെ ഒരുമിച്ച് അവരുടെയൊക്കെ ആശയവിനിമയം നടത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഒറ്റയ്ക്ക് പോകുന്ന സ്വഭാവം എനിക്കില്ല. ഞങ്ങളത് ഈ പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് മീറ്റിംഗ് വിളിക്കും, അതുപോലെ തന്നെ പാർലമെൻ്ററി മീറ്റിംഗ് വിളിക്കും. അതിലൊക്കെ ആശയം നടത്തിയതിന് ശേഷം തന്നെയാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്. അവിടുത്തെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ, പുതിയ സബ്ജക്റ്റുകൾ കൊണ്ടുവരുമ്പോൾ സാധാരണ സബ്ജക്റ്റുകൾ സാധാരണ നടന്നു പോകും, റോഡ് പണിയൊക്കെ നടക്കും. പക്ഷേ അതിൽ എക്സ്ട്രീം റോഡ് പണി എന്താണ് അത് തിരിച്ചറിഞ്ഞ് അവർക്ക് ബോധ്യപ്പെട്ടാൽ പണിയാം. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമുക്കറിയാം 10 കോടി രൂപ മുടക്കിക്കൊണ്ടാണ് ആദ്യമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കോൺക്രീറ്റ് റോഡ് പണിയുന്നത്. ഒരു കോർപ്പറേഷൻ ഇതുവരെ പണിതിട്ടില്ല. എവിടെയാണ്? കുറുക്കഞ്ചേരി മുതൽ സ്വരാജ് റൗണ്ട് വരെ 10 കോടി. അങ്ങനെ ഒരു വർക്ക് ഏറ്റെടുത്ത് നടത്തി ആദ്യം വിമർശനം ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ ക്ലിയറായി, സന്തോഷമായി. അപ്പോൾ ഏതൊരു നെല്ലിക്ക പോലെയാണത്. കാരണം ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. അതവരെ ബോധ്യപ്പെടുത്തി നമുക്ക് നടപ്പിലാക്കി നമ്മൾ. ഈ CPIM മേയറെ കെട്ടിയിട്ടിരിക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. അവിടെ നിന്നും ഡെപ്യൂട്ടി മേയറും CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്ന നിർദ്ദേശമടക്കം വന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനോട് എന്താണ് പ്രതികരണം? അത് ഊഹാപോഹമാണ്. ഞാൻ ഇന്നേ വരെ ഒരു ശാസനയുടെ കാര്യമായിട്ടോ കോർപ്പറേഷൻ്റെ ഏതെങ്കിലും നിരുത്തരവാദിത്തമായ പ്രവൃത്തിയുടെ ഭാഗമായിട്ടോ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. തിരിച്ചെത്താം ശ്രീ MK വർഗീസ്. മറ്റു ചില ഡാറ്റകൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. തൃശൂർ കോർപ്പറേഷന്റെ ഏറിയ ഭാഗവും അടങ്ങുന്ന അസംബ്ലി മണ്ഡലമാണ് തൃശൂർ. 41 കോർപ്പറേഷൻ വാർഡുകളാണ് തൃശൂർ മണ്ഡലത്തിൽ ഉള്ളത്. ഇടതിനും വലതിനും ഒരുപോലെ വേരോട്ടമുള്ള മണ്ഡലം. എന്നാൽ 1991 മുതൽ 2016 വരെ കോൺഗ്രസിനെ മാത്രം വിജയിപ്പിച്ച ചരിത്രവും തൃശൂരിനുണ്ട്. 2016 മുതലാണ് മണ്ഡലം ഇടതുമുന്നണിക്കൊപ്പം ആയത്. തൃശൂർ കോർപ്പറേഷൻ രൂപപ്പെട്ട നാൾ മുതലുള്ള മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നമുക്ക് നോക്കാം. 2001 മുതൽ 2016 വരെ തേറമ്പിൽ രാമകൃഷ്ണനായിരുന്നു തൃശൂർ നിയമസഭാ മണ്ഡലത്തിന്റെ MLA. 2016 VS സുനിൽകുമാറിലൂടെ മണ്ഡലം CPI തിരികെ പിടിക്കുന്നത്. ഇത് 2021 P ബാലചന്ദ്രനിലൂടെ CPI നിലനിർത്തുന്നതും കണ്ടു. തൃശൂർ കോർപ്പറേഷനിലെ 14 വാർഡുകൾ അടങ്ങുന്നതാണ് ഒല്ലൂർ നിയോജക മണ്ഡലം. ഇടതുമുന്നണിയെയും UDFനെയും മാറി പിന്തുണച്ച ചരിത്രമുള്ള മണ്ഡലമാണ് ഒല്ലൂർ. കഴിഞ്ഞ 10 വർഷമായി ഒല്ലൂരിനെ പ്രതിനിധാനം ചെയ്യുന്നത് മന്ത്രി K രാജനാണ്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിന്റെ ചിത്രം, രാഷ്ട്രീയ ചിത്രം, നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം ഇതാണ്. 2001 PP ജോർജ്, 2006 രാജാജി മാത്യു തോമസ് CPI, 2011 MP വിൻസെന്റ് കോൺഗ്രസ്, 2014 2021 K രാജൻ നിലനിർത്തുന്നതാണ് കണ്ടത്. മണ്ഡലം CPI പിടിക്കുന്നത് കണ്ടു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ച ലോക്സഭാ മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ എന്ന് നമുക്കറിയാം. തൃശ്ശൂരിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപി നിലവിൽ കേന്ദ്ര സഹമന്ത്രിയാണ്. ഒല്ലൂരിലും തൃശ്ശൂരിലും അടക്കം ശക്തമായ ലീഡ് നേടിയാണ് 2024 BJP വിജയം കരസ്ഥമാക്കിയത്. സുരേഷ് ഗോപി നേടിയ വോട്ടുകൾ ഇങ്ങനെയായിരുന്നു. ഇതാ 55,057, K മുരളീധരൻ 40,940, VS സുനിൽകുമാർ 34,253. ഇതായിരുന്നു സ്ഥിതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതാണ് സ്ഥിതി. 1957 മുതൽ 1984 വരെയുള്ള 27 വർഷത്തിൽ ഇടതു പ്രതിനിധികളെ ലോക്സഭയിലേക്ക് അയച്ചതൊഴിച്ചാൽ പിന്നീട് ഒരു കാലത്തും ഒരു മുന്നണിക്ക് ശക്തമായ ആധിപത്യം ഉറപ്പിക്കാൻ തൃശ്ശൂരിൽ കഴിഞ്ഞിരുന്നില്ല. UDFനെയും LDFനെയും മാറി വിജയിപ്പിച്ച തൃശ്ശൂർ ഇക്കുറി വിജയിപ്പിച്ചത് BJPയാണ്. നഗരമേഖലകളിലുള്ള 2 അസംബ്ലികളിലും ശക്തമായ ആധിപത്യം പുലർത്തിക്കൊണ്ടുള്ള ജയം നമ്മൾ കണ്ടതാണ്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ മത്സരിക്കാനായിട്ട് ഇറങ്ങുന്നത്.
ഇറങ്ങുന്നത് BJP. തൃശൂർ കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ചിത്രം നോക്കിയാൽ സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. 3 മുന്നണികളും. മുന്നണികളിലെ സീറ്റ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. നാളെയോടെ സ്ഥാനാർത്ഥി ചിത്രത്തിന് ഒരു വ്യക്തത കൈവരും. LDF-ലെ സീറ്റ് വിഭജനം നമുക്ക് നോക്കാം. LDF CPM 39, CPI 8 സീറ്റുകളിൽ, RJD 3, കേരള കോൺഗ്രസ് M 2, JDU 2, NCP 1, കോൺഗ്രസ് S 1. ഇങ്ങനെയാണ് ഈ നിലയിലാണ് മത്സരിക്കുന്നത് LDF. നാളെ LDF യോഗം ചേർന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം എടുക്കും. ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ കോർപ്പറേഷൻ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചേക്കും. മേയർ സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിക്കുന്നത് 2 വനിതകളെയാണ്. മുൻ മേയർ അജിത ജയരാജനും മുൻ ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോപൻ എന്നിവരാണ് പരിഗണനയിൽ ഉള്ളത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെയും നാളെ പ്രഖ്യാപിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്തേതുപോലെ മുതിർന്ന നേതാക്കൾ കളത്തിൽ ഇറങ്ങുമെന്നാണ് സൂചന. ലാലി ജെയിംസ്, സുബി ബാബു, ശ്യാമള മുരളീധരൻ, നിജി ജസ്റ്റിൻ എന്നിവരെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നാണ് സൂചന. കോൺഗ്രസ് 52 സീറ്റുകളിലും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും 2 വീതം സീറ്റുകളിലും മത്സരിക്കാനാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. UDF ഇങ്ങനെയാണ്: കോൺഗ്രസ് 52, മുസ്ലിം ലീഗ് 2, കേരള കോൺഗ്രസ് 2. ഇതാണ് ഈ നിലയ്ക്കായിരിക്കും മത്സരിക്കുക. NDA-ലെ സീറ്റ് വിഭജനവും ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. 50 സീറ്റുകളിൽ BJP മത്സരിക്കുമ്പോൾ BDJS അവിടെ മത്സരിക്കുന്നത് 6 ഇടത്താണ്. 28 വനിതാ സ്ഥാനാർത്ഥികൾ BJPക്ക് ഉണ്ടാകും എന്നാണ് റിപ്പോർട്ട്. BJP സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ V ആതിരയെയാണ് മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്. 10 സീറ്റുകൾ വരെ പിടിക്കാനാകും എന്നാണ് NDA നേതൃത്വത്തിന്റെ ഒരു പ്രതീക്ഷ. BJP 50, BDJS 6. ഇതാണ് അവർ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും അതിനുമപ്പുറം തൃശൂർ കോർപ്പറേഷൻ പിടിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ അവർ വച്ചു പുലർത്തുന്നുണ്ട് BJP എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശക്തന്റെ മണ്ണ് പിടിക്കാൻ 3 മുന്നണികളും നടത്തുന്നത് അതിശക്തമായ പോര് തന്നെയാണ്. സുരേഷ് ഗോപിയുടെ ലോക്സഭാ ജയത്തിളക്കത്തിൽ തൃശൂർ അങ്ങെടുക്കാം എന്ന ആത്മവിശ്വാസമാണ് BJPക്കുള്ളത്. 3.0-യിലേക്ക് വഴിവെട്ടുക തൃശൂർ അടക്കമുള്ള കോർപ്പറേഷനുകളിലെ മിന്നും ജയം ആണെന്ന് ഇടതിനും നല്ല ബോധ്യമുണ്ട്. ഭരണമാറ്റത്തിനുള്ള ആത്മവിശ്വാസം കൈവരിക്കാൻ കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട തൃശൂർ നേടേണ്ടതുണ്ട് കോൺഗ്രസിന്. അപ്പോൾ നമുക്ക് ആ മത്സര ചിത്രം എന്താണെന്നറിയാൻ ഇനി 1-2 ദിവസങ്ങൾ കൂടി മാത്രം കാത്തിരുന്നാൽ മതി. അപ്പോഴേക്കും തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനവും എത്തിച്ചേരുന്നതായിരിക്കും. ഇനി നമുക്ക് മറ്റു ചില തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. ഇടുക്കി ജില്ലയിലെ താരതമ്യേന ചെറിയ പഞ്ചായത്താണ് കാമാക്ഷി. എന്നാൽ ഓരോ വീടിനും കരുതൽ നൽകുന്ന പദ്ധതികളാണ് കഴിഞ്ഞ 5 വർഷം പഞ്ചായത്ത് നടപ്പിലാക്കിയത്. ഭിന്നശേഷിക്കാരെയും വയോജനങ്ങളെയും കുട്ടികളെയും ചേർത്ത് പിടിച്ച് നടപ്പാക്കിയ പദ്ധതികളാണ് കാമാക്ഷി പഞ്ചായത്തിന്റെ തിളക്കം. ഇടുക്കി ജില്ലയുടെ പദ്ധതികളുടെ നിർവഹണത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്താണ് കാമാക്ഷി പഞ്ചായത്ത്. ഓരോ തദ്ദേശ വാർഡിലെ സ്വപ്ന പദ്ധതികൾ പലതാണെങ്കിലും വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും കുട്ടികൾക്കുമുള്ള നിരവധി പദ്ധതികളാണ് പോയ 5 വർഷക്കാലം കാമാക്ഷി പഞ്ചായത്ത് നടപ്പിലാക്കിയത്. വയോമിത്രം, ഉജ്ജീവനം കടകൾ, ഭിന്നശേഷിക്കാർക്ക് ഒരുക്കി നൽകിയ മറ്റു പദ്ധതികളെല്ലാം ഏറെ തിളക്കമുള്ളതാണ്. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. പുതിയൊരു വീൽചെയറാണ് പ്രാവശ്യം വിതരണം ചെയ്തപ്പോൾ ലഭിച്ചിട്ടുള്ളതാണ്. ഉജ്ജീവനം പദ്ധതിയിൽ നിരവധി സ്ഥലങ്ങളിൽ ഭിന്നശേഷിക്കാർക്കായി കടകൾ നിർമ്മിച്ചു നൽകി. ഉപജീവനമാർഗമുണ്ടായതിൽ വലിയ സന്തോഷം പങ്കുവയ്ക്കുന്നു. വയോജനങ്ങളെ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകി വരുന്നു. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും മാനസിക ഉല്ലാസത്തിനായി ഇടവേളകളിൽ യാത്ര ഒരുക്കാറുണ്ട്. അർഹരായ ഭിന്നശേഷിക്കാരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ ഉപകരണങ്ങളും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എത്തിച്ചു നൽകി. കുറച്ചുകൂടി ഒരു ആഴത്തിലേക്ക്, താഴെ തട്ടിലേക്ക് ഇവരുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുവാനായിട്ട് എല്ലാ 30 അംഗൻവാടികളാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ആ 30 അംഗൻവാടികളിലും ഓരോ സൗഹൃദ സായന്തന ക്ലബ്ബുകൾ എന്ന് പറയുന്ന ഒരു സംഭവം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സൗഹൃദ സായന്തന ക്ലബ്ബുകളാണ് വാർഡ് തല വയോജന സംഘങ്ങളാണെങ്കിലും പഞ്ചായത്ത് തല വയോജന സംഘങ്ങളാണെങ്കിലും ഈ പരിപാടികളിലേക്ക് വയോജനങ്ങളെ കൊണ്ടുവരുന്ന ഉത്തരവാദിത്തം, പ്രത്യേകിച്ച് ഇവിടെ ICDS, അതായത് നമ്മുടെ
അംഗൻവാടിയിലെ 30 ടീച്ചർമാരും ഹെൽപ്പർമാരും ഹൈസ്കൂൾ സൂപ്പർവൈസറും അടങ്ങുന്ന ആ ടീമിൻ്റെ സപ്പോർട്ട് ഞങ്ങൾ വളരെ കിട്ടുന്നുണ്ട്. സർക്കാർ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഞ്ചായത്ത് പ്രഭാത ഭക്ഷണവും ഒരുക്കുന്നുണ്ട്. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ 15 വാർഡാണുള്ളത്. 15 ഭരണസമിതി അംഗങ്ങളും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. നമ്മൾ മാതൃകാപരമായ ഒരുപാട് പുതിയ പദ്ധതികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും അവരുടേതായ ആവശ്യങ്ങൾ മെഡിക്കൽ ക്യാമ്പ് വെച്ച് തന്നെ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പിന്നെ നമുക്ക് അവർക്ക് ജീവനോപാധിയായിട്ട് നമ്മൾ പെട്ടിക്കടകൾ അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടൗണ് മാലിന്യമുക്തമായിട്ടൊരു ടൗണായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. എല്ലാ ദിവസവും അത് വൃത്തിയായിട്ട് തന്നെ കിടക്കാറുമുണ്ട്. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്ന ബസ് സ്റ്റാൻഡ്, റോഡ് വികസനം ഉൾപ്പെടെ നിരവധി പദ്ധതികൾ ഇതിനകം നടപ്പിലാക്കി. 15 വാർഡുകൾ മാത്രമുള്ള കാമാക്ഷി പഞ്ചായത്തിലെ മുഴുവൻ വോട്ടർമാരെയും അടുത്തറിയുന്നവരാണ് പഞ്ചായത്ത് അംഗങ്ങൾ. ഭിന്നശേഷിക്കാരെയും വയോജനങ്ങളെയും ചേർത്തുപിടിക്കുന്ന പദ്ധതികൾ ഇത്രത്തോളം നടപ്പിലാക്കിയ കേരളത്തിലെ എണ്ണം പറഞ്ഞ പഞ്ചായത്തുകളിൽ ഒന്നാണ് ഇടുക്കിയിലെ കാമാക്ഷി പഞ്ചായത്ത്. എൻ പരിമതി മെല്ലയുണർന്നുവല്ലോ ശിശിരനിലാവിൻ. സമൂഹത്തിലും വീടുകളിലും പ്രായം കടന്നുപോകുന്ന നമ്മുടെ മുതിർന്ന തലമുറയെ കാലാന്തരങ്ങളിൽ ചേർത്തുപിടിക്കണമെന്ന വലിയ ഓർമ്മപ്പെടുത്തലാണ് കാമാക്ഷി പഞ്ചായത്തിന്റെ സന്ദേശം. എണ്ണിപ്പറയാവുന്ന നിരവധിയായ പദ്ധതികൾ കാമാക്ഷി പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷം നടപ്പാക്കി വിജയകരമായി പൂർത്തീകരിച്ചെങ്കിലും ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക പദ്ധതികൾ ഒരുക്കിയതാണ് കാമാക്ഷി പഞ്ചായത്തിൻ്റെ പ്രവർത്തന മികവ്. സനൽ ഇളമ്പച്ചിക്കൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി. പവർ പഞ്ചായത്ത് ഇവിടെ പൂർണ്ണമാവുകയാണ്. പവർ പഞ്ചായത്തിൽ നമ്മളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളുമായി ചേർന്ന നമ്മളോട് ഇത്രയും നേരം സമയം സ്പെൻഡ് ചെയ്ത തൃശൂർ മേയർ MK വർഗീസിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു.